ഇത് വാമനപുരത്തുള്ള ഹോട്ടൽ കാർത്തിക റെസിഡൻസി. ഇത് ഒരു 4 സ്റ്റാർ ബാർ ഹോട്ടലാണ്. ഇതിൽ നല്ല ഫാമിലി റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെയാണെന്ന് നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. ഹൈവേ സൈഡോട് ചേർന്നുള്ളൊരു ഹോട്ടലാണ്. ഇതാണ് ഹോട്ടലിൻ്റെ ഫാമിലി റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ സമയം 3 മണി ആയി. ലഞ്ച് ടൈമൊക്കെ തീർന്നു. അതുകൊണ്ടാണ് സീറ്റ് ഇങ്ങനെ കിടക്കുന്നത്. നമ്മൾ വളരെ വൈകിയാണ് ഇവിടെ ഊണ് കഴിക്കാനെത്തിയത്. ഊണൊക്കെ തീർന്നിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ആംബിയൻസ് ആണ്. നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. എയർ കണ്ടീഷൻഡ് റെസ്റ്റോറൻ്റ് ആണ്. നമ്മളിവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് താലി മീൽസും അതുപോലെ തന്നെ ചപ്പാത്തിയും കുറുമയും പിന്നെ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമുമാണ്. ഇതാണ് അവരുടെ താലി മീൽസ്. ഒഴിക്കാനായി പരിപ്പുണ്ട്, സാമ്പാറുണ്ട്, രസമുണ്ട്, കൂട്ടാൻ കപ്പയുണ്ട്. സാധാരണ താലി മീൽസിൽ അവർ കപ്പ വെക്കാറില്ല, പക്ഷേ ഇതിനകത്ത് കപ്പയുണ്ട്. അച്ചാറ്, പച്ചമോര്, പച്ചടി, പായസം, രസം, വാഴയ്ക്ക കൊണ്ടുള്ളൊരു കറി, പിന്നെ പയറ് തോരനും. ഇത്രയുമാണ് സൈഡ് ഡിഷസ് ആയിട്ടുള്ളത്. ചോറ് നല്ല വൃത്തിയായിട്ട് വെന്ത ചോറാണ്. ചോറൊട്ടും കുഴഞ്ഞിട്ടില്ല. കൊല്ലം, ആലപ്പുഴ, ട്രിവാൻഡ്രം, പത്തനംതിട്ട ജില്ലകളിലാണ് ഈ ഊണിനൊപ്പം പരിപ്പ് കിട്ടുന്നത്. ബാക്കി സ്ഥലങ്ങളിൽ പരിപ്പ് കാണാറില്ല. ചെറുപയർ കൊണ്ടുള്ള പരിപ്പ്. ഇത് മീൻകറി, കേരക്കറിയാണ്. ഇത്രയും ഡിഷുള്ളതിൽ ആവറേജായിട്ട് തോന്നിയത് ആ മീൻ കറിയാണ്. കാരണം ട്രോളിംഗ് നിരോധനമാണ്. ഫ്രഷ് മീൻ കിട്ടാൻ പാടാണ്. മീൻ കറി ആവറേജാണ്. ബാക്കി എല്ലാ കറികളും വളരെ നന്നായിരുന്നു. എസ്പെഷ്യലി പച്ചടി, വാഴയ്ക്ക കൊണ്ടുള്ള കറി, ഇതെല്ലാം വളരെ രുചികരമായിരുന്നു. പായസം എടുത്തു പറയേണ്ടതാണ്. നല്ല ടേസ്റ്റായിരുന്നു ഈ പായസത്തിന്. സാധാരണഗതിയിൽ AC റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന കറികളും ചോറും തണുത്തു മരവെച്ച അവസ്ഥയിലാണ്. പക്ഷേ ഇതങ്ങനെയല്ല. അത്യാവശ്യം ചൂടോടുകൂടിയുള്ള ഫുഡായിരുന്നു. സമയം വളരെ താമസിച്ചുകൊണ്ടും നല്ല വിശപ്പ് ഉള്ളതുകൊണ്ടും ആസ്വദിച്ച് കഴിക്കാൻ പറ്റി. ഇതാണ് ഇവിടുത്തെ ചപ്പാത്തി. ഇത് വെജ് കുറുമയാണ്. നന്നായി അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ട് അരച്ച് ചേർത്ത കുറുമയാണ്. ഇത് ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമാണ്. ഇത് ഒരു 4 സ്റ്റാർ ഹോട്ടലായിട്ടും ഇതിൻ്റെ റേറ്റ് വളരെ റീസണബിൾ റേറ്റാണ്. ആ ഫിഷ് കറിയും കപ്പയും കൂട്ടിയുള്ള ആ ഊണിൻ്റെ 200 രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത്. സാധാരണഗതിയിൽ ഒരു 4 സ്റ്റാർ ഹോട്ടലിൽ ഇതിൻ്റെ റേറ്റ് വളരെ കൂടുതലാണ്. പക്ഷേ ഇവിടെ 200 രൂപ മാത്രമാണ്. വെജ് കുർമയ്ക്ക് അവർ ചാർജ് ചെയ്തിരിക്കുന്നത് 160 റുപ്പീസാണ്. MC റോഡിലൂടെ പോകുമ്പോഴത്തേക്ക്, വാമനപുരത്ത് എത്തുമ്പോഴത്തേക്ക് വളരെ സ്വസ്ഥമായിരുന്ന് നല്ല എയർ കണ്ടീഷൻഡ് റെസ്റ്റോറൻറ്റിൽ രുചികരമായ ഭക്ഷണം കഴിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും ഈ കാർത്തിക റെസിഡൻസി കയറാവുന്നതാണ്. കറികളെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. അതുപോലെ നല്ല സർവീസുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അവർ കറികളായാലും ചോറായാലും പെട്ടെന്ന് തന്നെ അവർ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വസ്ഥമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. വളരെ രുചികരമായ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസം നല്ല തിക്കായ രസമാണ്. പലപ്പോഴും ഹോട്ടലിൽ കിട്ടുന്നത് തമിഴ് സ്റ്റൈലിലുള്ള വെള്ളം പോലെയുള്ള രസമാണ്. ഇതങ്ങനെയല്ല, വളരെ തിക്കായിട്ടുള്ള രസമാണ്. അതുപോലെ പച്ചടിയും വാഴയ്ക്ക കൊണ്ടുള്ള കറിയും വളരെ നന്നായിരുന്നു. ഇതിൻ്റെ റേറ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും 4 4.5 ഔട്ട് ഓഫ് 5 കൊടുക്കാവുന്ന ഒരു നല്ല ഒരു താലി മീൽസ് തന്നെയാണ് ഇത്. വെജ് കുർമയ്ക്ക് ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു. അവരതിനകത്ത് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കൊണ്ട് തന്നെയാണ്. ആംബിയൻസ് ആയാലും ഭക്ഷണമായാലും വളരെ മെച്ചമാണ്. തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ മീൽസും അതുപോലെ തന്നെ ചപ്പാത്തിയും വെജ് കുറുമയും ഫ്രൂട്ട് സലാഡും
വാല്യൂ ഫോർ മണി തന്നെയാണ്. MC റോഡിൽ കൂടി പോകുന്നുണ്ടെങ്കിൽ വാമനപുരത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. മുറ്റത്ത് ടൈൽസ് വിരിക്കുന്നതിനാൽ കാറ് ഹോട്ടലിൻ്റെ ഗേറ്റിനോട് ചേർത്താണ് ഇടേണ്ടത്. ഇതാണ് ഇവിടുത്തെ ബില്ല്.